പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഈ ആഴ്ച നടക്കാൻ പോകുന്ന 3 വ്യത്യസ്ത സ്പെഷ്യൽ ഷോകളുടെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അതിൽ ആദ്യത്തേത് WWE സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയെ സംബന്ധിച്ചാണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ നടക്കുന്നത് ഈ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ 5:30 മുതൽ ആരംഭിക്കുന്ന 2 മണിക്കൂർ ദൈർഘ്യമുള്ള സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് നമുക്ക് ലൈവായി കാണാൻ സാധിക്കുന്നത് എന്തായാലും നെറ്റ്ഫ്ലിക്സിലോ ടി വിയിലോ ഇത് സ്ട്രീം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വാച്ച് റെസ്ലിംഗ് എന്ന് പറയുന്ന തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വാച്ച് റെസ്ലിംഗ് വെബ്സൈറ്റുകളുടെ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഷോ ലൈവായി കാണാൻ സാധിക്കുക. നിലവിൽ 3 മത്സരങ്ങളാണ് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റിലെ ആദ്യ മാച്ച് കാർഡ് പ്രൊഡിക്ഷനായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൂ മാക്കൻറ്റയർ വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള എൻ്റെ പ്രൊഡിക്ഷൻ ഈ മത്സരത്തിൽ റാൻഡി ഓർട്ടൺ വിജയിക്കുമെന്നാണ്. എന്നാലും ഡ്രൂ മാക്കൻറ്റയറിനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ മത്സരം സെത്ത് റോളിൻസ് വേഴ്സസ് LA നൈറ്റ് തമ്മിലുള്ള മറ്റൊരു സിംഗിൾസ് മത്സരമാണ്. ഈ മത്സരം മെയിൻ ഇവൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ മത്സരം മെയിൻ ഇവൻ്റ് ആയിട്ട് നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലോ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കില്ല. മിക്കവാറും അത് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡിലായിരിക്കും റോമൻ തിരികെ വരാൻ പോകുന്നത്. ഈ മാച്ചിൻ്റെ ഒരു പ്രൊഡിക്ഷനായി ഞാൻ പങ്കുവെക്കുന്നത് സെത്ത് റോളിൻസ് പിൻഫോളിലൂടെ വിജയം കരസ്ഥമാക്കുമെന്നാണ്. എന്തായാലും മത്സരത്തിൽ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ ഇവരുടെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായേക്കും. മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് ഗോൾബെർഗിൻ്റെ WWE കരിയറിലെ ഏറ്റവും അവസാനത്തെ മത്സരമാണ്. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗന്തർ ഗോൾബെർഗിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഗോൾബെർഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അതും ക്ലീനായി തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗന്തർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ വലിയൊരു കയ്യടോടുകൂടി ഗോൾബെർഗ് അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് കരിയറിൻ്റെ വിരാമം ഇടുന്നതും നമുക്ക് ഈ ഒരു ഇവൻറ്റിലൂടെ കാണാൻ സാധിച്ചേക്കാം. മിക്കവാറും 2 മത്സരങ്ങൾ കൂടി ഈ ഒരു ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഇനി വരാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലോ അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിന് മുൻപുള്ള തലേ ദിവസമോ WWE അനൗൺസ് ചെയ്തേക്കാം. ഇതാണ് നമുക്ക് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് എവല്യൂഷൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ച് നോക്കാം. എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റ് വുമൻസ് ഡിവിഷന് വേണ്ടി മാത്രം WWE നടത്തുന്ന പ്രീമിയം ലൈവ് ഇവൻ്റാണ്. ഈ ഇവൻറ്റ് നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ ഒരു 4:30 മുതൽ നമുക്ക് ലൈവായി കാണാൻ സാധിക്കും. നെറ്റ്ഫ്ലിക്സിലൂടെ നമുക്ക് ലൈവായി കാണാൻ സാധിക്കും. വാച്ച് റെസ്ലിംഗ് വെബ്സൈറ്റുകളിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ ചാനലിലെ ലിങ്ക് ഉപയോഗിച്ച് കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടും നിങ്ങൾ ആ ഒരു ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഒന്നാമതായി നോക്കുന്നത് ഒരു ബാറ്റിൽ റോയൽ മത്സരത്തെ സംബന്ധിച്ചാണ്. NXT ബ്രാൻഡിൽ നിന്നും സ്മാക്ഡൗൺ ബ്രാൻഡിൽ നിന്നും റോ ബ്രാൻഡിൽ നിന്നും എല്ലാം വുമൺ റെസ്ലേഴ്സ് പങ്കെടുക്കുന്ന ബാറ്റിൽ റോയൽ ആയതുകൊണ്ട് തന്നെ വിജയിക്കാൻ പോകുന്നത് ആര് എന്നുള്ളത് പ്രൊഡിക്റ്റ് ചെയ്യാൻ വലിയൊരു പ്രശ്നമുണ്ട്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റെഫനി വെക്കേറിന് വിജയ സാധ്യത എന്ന് പറയേണ്ടി വരും. രണ്ടാമതായി കൺഫേം ചെയ്തിട്ടുള്ളത് നിലവിലെ NXTയുടെ വുമൻസ് ചാമ്പ്യനായ JC ജെയിനും ജോർദൻ ഗ്രേസും നമ്പർ 1 കണ്ടറായ ജോർദൻ ഗ്രേസും തമ്മിലുള്ള ഒരു NXT വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. മിക്കവാറും ജോർദൻ ഗ്രേസി JC ജെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ NXT വുമൻസ് ചാമ്പ്യൻ ആകാനും സാധ്യതയുണ്ട്. മൂന്നാമത്തേത് ഒരു ഫേറ്റൽ 4-way വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ റെഗൽ റോഡ്രിഗസ്, റോക്സിനി പെരസ്, ജഡ്ജ്മെൻറ്റുടെ ടീം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് NXTയിൽ നിന്ന് വരുന്ന NXTയുടെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനും കൂടിയായ സോൾ റൂക്ക, സാരിയ തുടങ്ങിയവരുടെ ടീമിന് എതിരെയും സ്മാക്ഡൗണിൽ നിന്ന് വരുന്ന അലക്സ ബ്ലിസ്, ഷാർലറ്റ് ഫ്ലെയർ തുടങ്ങിയവരുടെ ടീമിനെതിരെയും അതുപോലെ തന്നെ റോയിൽ നിന്ന് വരുന്ന കബൂക്കി വാരിയേഴ്സിന് എതിരെയുമാണ്. ഈ മത്സരത്തിൽ റോക്സിനി പെരസ്, റെഗൽ റോഡ്രിഗസ് തുടങ്ങിയവരുടെ ടീം ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക എന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 4മത്തെ മത്സരം വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ, ഹോൾ ഓഫ് ഫെയിമറായ ട്രിഷ് സ്ട്രാറ്റസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ട്രിഷിനെ ക്ലീനായി തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടിഫനി ടൈറ്റിൽ റിട്ടേൺ ചെയ്തതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. 5മതായി നമ്മൾ നോക്കാൻ പോകുന്ന മത്സരം ഒരു ട്രിപ്പിൾ ടെറ്റ് മത്സരമാണ്. നിലവിലെ വുമൻസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച്, ലൈറ വാൽക്കീരിയ, ബെയ്ലി തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു
കിടിലൻ ട്രിപ്പിൾ ടെൻ മത്സരമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. മാച്ച് ഓഫ് ദ നൈറ്റ് ആകാൻ സാധ്യത കൂടുതലുള്ള ഒരു ട്രിപ്പിൾ ടെൻ മത്സരമാണ്. മത്സരത്തിൽ ബെക്കി ലഞ്ച് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ആറാമത്തെ മത്സരം ഒരു നോ ഹോൾസ് ബെയർഡ് മത്സരമാണ്. മിസിസ് മണി ഇൻ ദ ബാങ്ക് 2025 ബ്രീഫ് കേസ് ഹോൾഡറായ നയോമിയും ജേഡ് കാർഗിലും തമ്മിലുള്ള ഒരു നോ ഹോൾസ് ബെയർഡ് മത്സരം. ഈ മത്സരത്തിൽ ജേഡ് കാർഗിൽ വിജയിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സമ്മർ സ്ലാമിൽ ജേഡ് കാർഗിലിനെ കുറച്ചും കൂടി പവർഫുൾ ആക്കിയിട്ടുള്ള ഒരു റെസ്ലറാക്കി അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും അവസാനത്തെ മെയിൻ ഇവൻറ്റ് സാധ്യത കൂടുതലുള്ളത് ഇയോ സ്കൈ വേഴ്സസ് റിയ റിപ്ലി തമ്മിലുള്ള വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇയോ സ്കൈക്ക് തന്നെയാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവന്റിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെറ്റ്ഫ്ലിക്സിലൂടെ തിങ്കളാഴ്ച രാവിലെ 4:30 മുതൽ നമുക്ക് ലൈവായി കാണാൻ സാധിക്കുകയും അപ്പോൾ മറ്റ് വെബ്സൈറ്റുകളിലൂടെ കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. ഏറ്റവും അവസാനത്തെയും മൂന്നാമത്തേതുമായിട്ടുള്ള ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഈ ശനിയാഴ്ച പുലർച്ചെ 12:30 മുതൽ നമുക്ക് ലൈവായി കാണാൻ സാധിക്കുന്ന യൂറോ സ്പോർട്സ് എന്ന് പറയുന്ന TV ചാനലിലൂടെ ലൈവായി കാണാൻ സാധിക്കുന്ന AEWൻ്റെ ഓൾ ഇൻ ടെക്സസ് 2025 എന്ന് പറയുന്ന ഒരു റസൽമേനിയ ടൈപ്പ് ഷോയെ സംബന്ധിച്ചാണ്. അപ്പോൾ കിടിലൻ മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമതായി നമ്മൾ പങ്കുവെക്കുന്ന മാച്ച് കാർഡ് അപ്ഡേറ്റ് AEW ടാഗ് ടീം ടൈറ്റിൽ മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ബോബി ലാഷ്ലി, ഷെൽട്ടൺ ബെഞ്ചമിൻ തുടങ്ങിയവരുടെ ഹെർട്ട് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ടീം, ജെറ്റ് സ്പീഡ്, അതുപോലെ തന്നെ ക്രിസ്റ്റ്യൻ കേജ്, നിക് വെയിൻ തുടങ്ങിയവരുടെ ടീമിനെതിരെ ഒരു ട്രിപ്പിൾ ടെൻ മത്സരത്തിലാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു മാച്ച് കാർഡ് പ്രൊഡിക്ഷൻ പ്രകാരം ഹെർട്ട് സിൻഡിക്കേറ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് നിലവിലെ TNT ചാമ്പ്യനായ ആദം കോളും കൈൽ ഫ്ലെച്ചറും തമ്മിലുള്ള TNT ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ആദം കോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫ്ലെച്ചർ പുതിയ TNT ചാമ്പ്യൻ ആകുന്നത് കാണാൻ സാധിച്ചേക്കാം. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് AEW വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ചാമ്പ്യനായ ടോണി സ്ട്രോമ് മെഴ്സിഡിസ് മണി എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച റെസ്ലേഴ്സിൽ ഒരാളിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോണി സ്ട്രോമ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കാണാൻ സാധിക്കുക. മെഴ്സിഡിസ് മണിയുടെ ആ ഒരു അൺഡിഫീറ്റഡ് സ്ട്രൈക്ക് ഇവിടെ അവസാനിക്കാനും സാധ്യതയുണ്ട്. നാലാമത്തേത് ഒരു മെൻസ് കസിനോ ഗോട്ട്ലെറ്റ് മത്സരമാണ്. കുറേയധികം റെസ്ലേഴ്സ് പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ അനൗൺസ് ചെയ്തത് അനുസരിച്ചാണെങ്കിൽ MJFനാണ് വിജയസാധ്യത കൂടുതൽ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തേത് വുമൻസിൻ്റെ കസിനോ ഗോട്ട്ലെറ്റ് മത്സരമാണ്. ഇതിൽ നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളതിൽ ക്രിസ് ടാറ്റ്ലാൻഡിൻ്റെ ഒരു പേരാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ക്രിസ് തന്നെ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആറാമത്തെ മത്സരം കെന്നി ഒമേഗ വേഴ്സസ് കസ്റ്റിക ഒക്കാഡ തമ്മിലുള്ള, അതായത് നിലവിൽ AEWൻ്റെ ഇൻ്റർനാഷണൽ ചാമ്പ്യനായ കെന്നി ഒമേഗയും AEWൻ്റെ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ കസ്റ്റിക ഒക്കാഡയും ഒരു പുതിയ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി AEWയുടെ യൂണിഫൈഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഏറ്റുമുട്ടുന്ന ഒരു മത്സരമാണ്. വിന്നർ ടേക്സ് ഓൾ മത്സരമായതുകൊണ്ട് തന്നെ ഗംഭീര മത്സരം പ്രതീക്ഷിക്കാവുന്നതാണ്. എൻ്റെ പ്രൊഡിക്ഷൻ പ്രകാരം ഇതിൽ കസ്റ്റിക ഒക്കാഡക്കാണ് വിജയസാധ്യത കൂടുതലുള്ളത്. അങ്ങനെ AEWൻ്റെ യൂണിഫൈഡ് ചാമ്പ്യനാകാൻ കസ്റ്റിക ഒക്കാഡയ്ക്ക് സാധിക്കും. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏഴാമത്തെ മത്സരം എന്ന് പറയുന്നത് ഒരു ടാഗ് ടീം മത്സരമാണ്. കുറേയധികം സ്റ്റിപ്പുലേഷൻസ് ഒക്കെയുള്ള മത്സരമാണ്. യങ് ബക്സ് വേഴ്സസ് വിൽ ഓസ്പ്രേ ആൻഡ് സോർവ് സ്ട്രിക്ലാൻഡ്. ഇതിൽ യങ് ബക്സിൻ്റെ AEWൻ്റെ EVP എന്ന് പറയുന്ന ഒരു പൊസിഷൻ അവർ ഈ ഒരു സ്റ്റിപ്പുലേഷനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പരാജയപ്പെടുകയാണെങ്കിൽ EVP എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ് റോള് യങ് ബക്സ് വിഡ്രോ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വിൽ ഓസ്പ്രേയുടെ ടീമാണ് പരാജയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് വിൽ ഓസ്പ്രേക്കോ സെർവ് സ്ട്രിക്ലാൻഡിനോ AEW വേൾഡ് ടൈറ്റിലിന് ചലഞ്ച് ചെയ്യാനും സാധിക്കില്ല. അങ്ങനെയാണ് സ്റ്റിപ്പുലേഷൻ. എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം വിൽ ഓസ്പ്രേ, സെർവ് സ്ട്രിക്ലാൻഡ് ഇവരുടെ ടീം വിജയിക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുക. എട്ടാമത്തെയും മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു ടെക്സസ് ഡെത്ത് മാച്ചാണ്. ജോൺ മോക്സ്ലി വേഴ്സസ് ഹാങ്മാൻ ആദം പേജ് തമ്മിലുള്ള AEW വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജോൺ മോക്സ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായി ആദം പേജ് വിജയിക്കുന്നതായിരിക്കും നമുക്ക് ഓൾ ഇന്നിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ള മെയിനായിട്ടുള്ള മാച്ചുകളുടെ ഒരു പ്രൊഡിക്ഷൻസ്. ഇതുകൂടാതെ മറ്റ് മത്സരങ്ങളും കൂടി ഉണ്ടാകും. അപ്പോൾ പുലർച്ചെ 12:30 മുതലാണ് ഈ ഓൾ ഇൻ എന്ന് പറയുന്ന ഷോ ആരംഭിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രൊഡിക്ഷൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.